നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ആദില നൂറ, അതിൽ നൂറയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നൂറയുടെ ലൈഫ് സ്റ്റോറിയിൽ ആ കുട്ടിക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ആ കുട്ടി അബ്യൂസിന് ഇരയായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി പറഞ്ഞിരുന്നു. ഈ സ്റ്റോറി വീഡിയോ ഇട്ടു. ഏകദേശം എനിക്ക് 1 ലക്ഷത്തോളം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഒരുപാട് കമൻസ് അതിൽ വന്നു. അതിൽ ചില കമൻസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടു എന്നുള്ളത് അറിയില്ല. സൗദിയിൽ നൂറ പഠിക്കുന്ന സമയത്ത് നൂറയെ ഒരു അറബി അബ്യൂസ് ചെയ്തു, കത്തി കാണിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അബ്യൂസ് ചെയ്തു. ഈ വിവരം നൂറയുടെ സിസ്റ്ററോടും ഇപ്പോൾ പാർട്ട്ണറായിരിക്കുന്ന ആദിലയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇന്നലത്തെ ലൈവ് സ്റ്റോറിയിൽ നൂറ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കേട്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ പ്ലസ് കണ്ടില്ല, നോർമൽ എപ്പിസോഡിൽ കാണിച്ചില്ല, പ്ലസ്സിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ അഭിപ്രായം അതിന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്കതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നു. അപ്പോൾ ഈ കമൻസിൽ ചില കാര്യങ്ങൾ എടുത്തു പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ആരെങ്കിലും നൂറ പറയാത്തത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ക്വിക്കായിട്ടൊന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് നേരെ നമുക്ക് കമന്റ് ബോക്സിലേക്ക് പോവാം. എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പാർട്ട്ണറിനോടും എൻ്റെ 2ാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമില് എന്താ പറയാ, നമ്മള് പാവാടയും പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിമുട്ടില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പോ എന്താ പറയാ, ഒരാള് എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച്. അപ്പൊ ഞാന് കാണിച്ചു. ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ബുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചാൽ. എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ, അയാൾ അറബിയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാ പറഞ്ഞ് ഞാൻ അയാളെ കൂടെ പോയി. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിമിലേക്ക്. അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെന്റെ കഴുത്തിൽ അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡില്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ പറഞ്ഞാല്, ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യുക, എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ. എനിക്ക് ഭയങ്കര എന്താ പറയാ, ആരോടും പറയാനും പറ്റുന്നില്ല, ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ളൊരു സമയമായിരുന്നു ചെറുപ്പകാലം. യെസ്, ഇതായിരുന്നു ആ സ്റ്റോറി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ലൈവിൽ കണ്ടവർ. എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എനിക്ക് ഈ സ്റ്റോറി കേട്ട സമയത്ത് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ആ കുട്ടി പറഞ്ഞത് സത്യമാണെന്ന് തോന്നി. ഒരു പെൺകുട്ടിയും എൻ്റെ അറിവിൽ ഞാൻ വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് നൂറയുടെ കേസ് നമ്മൾ കണ്ടെടുത്തോളം, ഇങ്ങനെ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഫേമസ് ആവണം എന്നുള്ളതോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലിനെ അടുപ്പിക്കണം എന്നുള്ളതോ, നാറ്റിക്കണം എന്നുള്ളതോ, അങ്ങനെ നൂറ ചെയ്യുമെന്നുള്ളത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ ഈ ആശയത്തോട് യോജിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന തിങ്കിങ്ങിനോട്, തോട്ട് പ്രോസസ്സിനോട് യോജിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ട് പ്രീവിയസ്ലി അവരോട് ദേഷ്യമുണ്ട്, അവർ ജീവിക്കുന്ന ലൈഫ് വെച്ചിട്ട് അവരോട് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ പറയുന്ന കമൻസ്, ഞാൻ ആ കമൻസിലേക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണ്. നിങ്ങൾ എത്ര പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിനുള്ള മുന്നത്തെ വീഡിയോ കുറേ പേര് നൂറയും ആദിലയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തംബ്നെയിൽ മാറ്റൂ എന്ന് 2-3 പേര് എഴുതി കണ്ടു. ഞാൻ തംബ്നെയിൽ എഴുതിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, 2 തവണ പീഡനത്തിനിരയായി. ഇതന്നെയല്ലേ നൂറ പറഞ്ഞിട്ടുള്ളത്? ഞാനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഞാൻ തംബ്നെയിലിൽ എഴുതിയോ? ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. നൂറ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഞാനത് മാത്രമേ തംബ്നെയിലിൽ എഴുതിയിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ആ തംബ്നെയിലിൽ എഴുതിയിട്ടില്ല. ഇവിടെ വളരെ മോശമായിട്ട് തംബ്നെയിൽ എഴുതുന്ന എത്രയോ പേരുണ്ട്.
ഞാൻ ഇവരുടെ ഒന്നും കമൻറ്റ് ബോക്സുകളിൽ പോയി നോക്കുന്ന സമയത്തൊന്നും കാണാത്ത ചൊറിച്ചിലാണ് ചില സമയത്ത് ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ എഴുതുന്നത് കാണുന്ന സമയത്ത്. മനസ്സിലായോ? പോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകണമെങ്കിൽ സുബൈദ, ഞാൻ ആൾക്കാരുടെ പേരും കൂടി പറയുന്നുണ്ട് കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നൂറ കയ്യിൽ നിന്ന് ഇട്ടതാണോ ആവോ? അടുത്തത് യൂസർ മനു സാദി, എന്തോ ഒരു 10 മിനിറ്റ്സ് മുന്നിട്ടുള്ള കമൻറ്റ്. സൗദിയിൽ ഇങ്ങനെയല്ല 100%. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. സൗദിയിൽ ഇങ്ങനെയല്ല 100% ഷുവറാണ്. പെൺകുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വരാനും അവിടെയൊക്കെ ബസ്സാണ്. എത്രയോ വർഷങ്ങൾ മുമ്പേ തന്നെ. പിന്നെ ഇങ്ങനെ ആ കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി? അതായത് ഇപ്പോൾ നൂറുള്ള പ്രായത്തിൽ ആ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂൾ ബസ്സാണ്. എങ്ങനെയാണ് ആ കുട്ടി സ്കൂളിൽ പോയിട്ടുള്ളത് എന്നാണ്. ഞാൻ ദുബായിലാവുന്ന സമയത്തും അതെ, അവിടെയൊക്കെ മാക്സിമം സ്കൂൾ ബസ്സാണ്. പക്ഷേ സ്കൂൾ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടുന്ന് കുട്ടികളൊന്നും സ്കൂൾ ബസ്സിലല്ല പോവാറ്. പക്ഷേ ഈ കാലാവസ്ഥ കണക്കിലെടുത്തിട്ട് മിക്ക പാരൻസും സ്കൂൾ ബസ്സിലാണ് വിടാറുള്ളത്. വേറെ കഥ കേട്ടോ. അടുത്തത് അദ്വി കൂത്തുപറമ്പ്, എന്തോ പേര്. ഉണ്ട കംപ്ലൈൻറ്റ് ചെയ്താൽ പോരെ സൗദിയിൽ? ഡ്രാമ, സങ്കടകരം. ചേട്ടാ, സൗദിയിൽ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്ത് പറഞ്ഞയക്കില്ല. ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ ഫാമിലി ഒറ്റയ്ക്ക് പുറത്തു പോകില്ല. ട്യൂഷൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കില്ല. ഇത് കമ്മ്യൂണിറ്റി പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ ആണെന്ന് തോന്നുന്നു. ഇതിന് റിപ്ലൈ ഉണ്ട്. ഷോ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ തൊഴുതിട്ടുണ്ട്, കാരണം ഇത് എതിർത്തിട്ടുണ്ട്. ഇതെന്താ എപ്പിസോഡിൽ വരാത്തത് എന്താ അറിയില്ല. മറ്റേ അതാണ് ഞാൻ പറഞ്ഞ പ്ലസ്സിൽ കാണിച്ചു എന്നുള്ള സംശയം. ഇവരെ പാരൻറ്റിങ്ങിൻ്റെ മോശമാണ്. ഇത് വീട്ടുകാരും ഇവരെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാത്ത ഓഡിയൻസ് ഉണ്ട്. അവരുടെ കണ്ണിൽ പൊടിയിടുന്നതാണ് 100%. പുരുഷന്മാരെ വെറുപ്പാണെങ്കിൽ അവർ വിവാഹം കഴിക്കാതിരുന്നാൽ പോരെ? ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? ഇവൾ പറയുന്നത് ശരിയല്ല. സൗദിയിൽ നന്നായി ഡ്രസ്സ് ചെയ്ത് ജീവിച്ച കുട്ടി ഇങ്ങനെ അബ്യൂസ് ആയതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സിങ്ങിൽ വളരെ മോശമായത് എന്തുകൊണ്ട്? എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ എടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ലൈഫ് സ്റ്റോറി ഉണ്ട്. ആതിര ട്രീറ്റിംഗ് ഹെർ ലൈക്ക് എ ക്വീൻ. പച്ചക്കള്ളം, അറബിക്ക് അറിയാത്ത കടയോന്ന്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സൗദിയിൽ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റാറില്ല. ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നതാണ്. നൂറ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ഫേക്ക് സ്റ്റോറി എന്നാണ്. കാരണം അവൾ തന്നെ പറയുന്നുണ്ട് പാരൻസ് വളരെ താലോലിച്ച് കെയർ ചെയ്ത് അവളെ വളർത്തിയതാണ്. അങ്ങനെയുള്ള ഒരു പാരൻസിനോട് അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട് ഉപ്പാനായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഉപ്പ ബിസിനസ് ടെൻഷൻ കാരണം സംസാരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമ്പതി കിട്ടണം. ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. 14 വർഷം ബാക്ക് വരെ ഞാൻ സൗദിയിലുണ്ടായിരുന്നു. ഇവിടത്തെ പോലെ ആരും ഇറങ്ങി നടക്കാൻ അവിടെ പറ്റില്ല. 2012 ആ ടൈമിലായിരിക്കും 100 അവിടെ നിന്നത്. ഒരിക്കലും അങ്ങനെ നടക്കില്ല. മേ ബി അടുത്തുള്ള ഫ്ലാറ്റിലെ ആരെങ്കിലും ആയിരിക്കും. എനിവേ ആ കുട്ടിയുടെ ജീവൻ കിട്ടിയല്ലോ, താങ്ക് ഗോഡ്. ഒരൊറ്റ കമൻറ്റും കൂടി വായിച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം വൈൻഡപ്പ് ചെയ്യാം. അബ്ദു കാലിക്കറ്റ്, വളരെ നല്ലത്. ഇനിയും ആരെങ്കിലും ഇതേപോലെ ഇവരെ ചെയ്യണം. ഇവർക്ക് ദുരന്തം വരുന്നത് എനിക്ക് ആഘോഷമാണ്. എന്ത് ചിന്താഗതിയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, സുഹൃത്തുക്കളെ എന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റില്ല ഇവനെയൊക്കെ. അബ്ദു കാലിക്കറ്റ് ഫേക്ക് ഐഡിയ ആണോ എന്നറിയില്ല, കമൻ്റ് ഇട്ടിരിക്കുകയാണ്. ഇവരെ ഇനി ഇതേപോലെ ചെയ്യണം. ദുരന്തം വരുന്നത് എനിക്ക് ആഘോഷമാണ്. അവരവരുടെ ലൈഫ് തിരഞ്ഞെടുത്തതിനാണ് അല്ലേ? ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതാണ് ദുരന്തം. ഇവനൊക്കെയാണ് ദുരന്തം കറക്റ്റായിട്ട്. ഇതിന് മറുപടി ആയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ മോശം കമൻറ്റാണ് ഇത്. ഓട്ടോമാറ്റിക്കായി ഈ വീഡിയോയുടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കമൻറ്റ് കാണില്ല. കാരണം എന്താ വെച്ചാൽ ഈ കമൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ബ്ലോക്ക് ചെയ്തു. കാരണം അത്രയ്ക്ക് ഒഫെൻസീവായിട്ടാണ്. ഞാൻ പറയുമ്പോൾ ആൾക്കാരുടെ ചിന്താഗതിയാണിത്. എന്ത് രീതിയിലാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നത്? സീരിയസ്ലി എനിക്കിപ്പോൾ പേഴ്സണൽ അഭിപ്രായം എന്താ പറയുക, എനിക്ക് പേഴ്സണൽ ആഗ്രഹം എന്താ അറിയോ, ഇവർ രണ്ടുപേരും ടോപ്പ് 5 എത്തണം. ഡെഫിനറ്റ്ലി അവരെത്തും. അവർക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.